ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 3 വിഷയങ്ങൾ. നമ്പർ 1, പാകിസ്ഥാൻ UNHRCയിൽ ഇന്ത്യയുടെ ഡാം പ്രോജക്റ്റുകളെക്കുറിച്ച് ഒപ്പോസ് ചെയ്തുകൊണ്ടുള്ള പെറ്റീഷൻ മൂവ് ചെയ്തിരിക്കുകയാണ്. അത് നമ്പർ 1. അടുത്തത്, ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ അവിടെ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ രാമനെ അപമാനിച്ചു ബംഗ്ലാദേശിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞിട്ട് ഒരു പ്രതിഷേധം. അത് കഴിഞ്ഞാൽ FATF, ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്, ഇത് രാജ്യങ്ങളുടെ ക്രെഡിറ്റ് ഫെസിലിറ്റിയെക്കുറിച്ചുള്ള ഒരു ഗുഡ് സ്റ്റാൻഡിങ് കൊടുക്കുന്ന ഒരു സംഘടനയാണ്, ഒരു ഏജൻസിയാണ്. ഫ്രാൻസിൽ, പാരീസിലാണ് ഇതിൻ്റെ ആസ്ഥാനം. അപ്പം ഈ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF ആയിക്കോട്ടെ, അതുപോലെ തന്നെ വേൾഡ് ബാങ്ക് ആയിക്കോട്ടെ, ഇതുപോലത്തെ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഒരു രാജ്യത്തിന് ലോൺ കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഇതിൻ്റെ ഗുഡ് സ്റ്റാൻഡിങ്ങിൻ്റെ ബേസിസിലാണ്. ഇതിൻ്റെ ക്രെഡിറ്റ് പോയിന്റുകളുണ്ട്, അതിൻ്റെ ബേസിസിലാണ്. ഇതിനകത്ത് ഗ്രേ ലിസ്റ്റ്, ബ്ലാക്ക് ലിസ്റ്റ്, അങ്ങനെയുള്ള ലിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറേ കാലം പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിലായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം പാകിസ്ഥാൻ IMFൽ നിന്ന് ലോൺ വരെ എടുത്ത് ആ പൈസ വരെ തീവ്രവാദത്തിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കണ്ടെത്തലിനെ തുടർന്നാണ് അവർ ഗ്രേ ലിസ്റ്റിൽ കുറേ കാലം, ഒരു 3-4 വർഷത്തോളം അവർ ഗ്രേ ലിസ്റ്റിൽ തന്നെയായിരുന്നു. നിലവിൽ പഹൽഗാം ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാൻ്റെ കണക്ഷൻ ബന്ധിപ്പിക്കാനുള്ള ഫൈനാൻഷ്യൽ ഇടപാടുകൾ നമുക്ക് തെളിയിക്കാൻ പറ്റാത്തത് പാകിസ്ഥാൻ അവരുടെ ഉള്ളിൽ പിരിവ് നടത്തിയത് ഈ QR കോഡ് ഫണ്ട് ട്രാൻസ്ഫർ മെത്തേഡിലാണ്. ക്രൗഡ് ഫണ്ടിങ് മെത്തേഡിലാണ്. അവർ പൊതുജനങ്ങളിൽ നിന്ന് പൈസ ഡൊണേഷൻ മാതൃകയിലാണ് 50, 100, 150, 500 ആ രീതിയിലാണ് ഈ ഫണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ്റെ തീവ്രവാദ സംഘടനകൾ. അപ്പോൾ അതുകൊണ്ട് ഈ പണം പോയതിന് കൃത്യമായിട്ടുള്ള ഒരു സെൻറ്റർ പോയിന്റ് ഇല്ല. അതായത് ബൾക്കായിട്ടൊരു എമൗണ്ട് പാകിസ്ഥാൻ്റെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇന്ന എൻറ്റിറ്റിയിൽ നിന്നും ഈ തീവ്രവാദ സംഘടനകൾക്ക് ഡൊണേഷനായിട്ടോ അല്ലെങ്കിൽ മറ്റു രീതികളിലോ ട്രാൻസാക്ഷൻ പോയതായിട്ടുള്ള തെളിവില്ല. അതാണ് നമുക്ക് പഹൽഗാം ആക്രമണത്തിൽ ഇവരെ വീണ്ടും FATFൽ ഗ്രേ ലിസ്റ്റിൽ കൊണ്ടിടാൻ പറ്റാത്തത്. കാരണം ഇത്തവണ അവർ പണം പിരിച്ചത് വളരെ ബുദ്ധിപരമായ രീതിയിലാണ് അവർ പണം പിരിച്ചത്. ഇന്ത്യയുടെ വിവേക് അഗർവാൾ പുള്ളിയാണ് FATFൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. എലക്റ്റഡ് പാനലാണ് കേട്ടോ. ഇലക്ഷനിൽ മത്സരിച്ച് അവിടുത്തെ മെമ്പേഴ്സ് എല്ലാം തന്നെ വോട്ട് ചെയ്തിട്ടാണ് വിവേക് അഗർവാളിനെ FATFൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ എനിവേ FATFൽ ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്ന തരത്തിൽ ഒരു ഇന്ത്യക്കാരൻ തലപ്പത്ത് എത്തിയിരിക്കുന്നത് നമുക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഗ്ലോബൽ ഇൻഫ്ലുവൻസ് ഇതേപോലത്തെ അന്താരാഷ്ട്ര വേദികളിൽ, ഇൻ്റർനാഷണൽ ഗ്ലോബൽ ഫോറംസിൽ പ്രാതിനിധ്യം ലഭിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഇതിന് ഒരു ബിഗ് ഗ്ലോബൽ വിൻ എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി G7 സബ്മിറ്റിലേക്ക് പോയി പങ്കെടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കോൺസ്പിറസി വാർത്തകളാണ് ചുറ്റാകെ നമുക്ക് കാണാൻ കഴിയുന്നത്. 2 ദിവസങ്ങളായിട്ട് പ്രൈം മിനിസ്റ്റർ മോദിയുടെ G7 പാർട്ടിസിപ്പേഷനെ കുറിച്ച് പലതരത്തിലുള്ള വാർത്തകൾ നമുക്ക് വായിക്കാനിടയായി. പക്ഷേ വെസ്റ്റേൺ മീഡിയ ഇത്തവണ കൃത്യമായിട്ട് മോദിയുടെ ആ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് പോസിറ്റീവായിട്ടാണ് വാർത്ത നൽകിയത്, ജെന്യൂനായിട്ട്. ഇതിനകത്ത് ട്രംപ് മോദിയും ഭയങ്കരമായിട്ട് വഴക്ക് കൂടി, അടിച്ചു പിരിഞ്ഞു, പിന്നെ അവസാനം അത് മാനേജ് ചെയ്ത് നിർത്തി എന്നുള്ള തരത്തിലുള്ള കോൺസ്പിറസി വാർത്തകളൊക്കെ ഇവിടെ അടിച്ചിറക്കുന്നുണ്ട് ആൾക്കാർ. അങ്ങനെയൊന്നുമില്ല. ട്രംപും മോദിയും പ്രീ പ്ലാൻഡ് ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത്. അതുപോലെ തന്നെ സെർജിയോ ഗോറിൻ്റെ അടുത്ത് ഇന്ത്യ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇന്ത്യക്ക് വിയോജിപ്പുള്ളത്. ഇതെല്ലാം പറഞ്ഞ് കൃത്യമായിട്ട്, സെർജിയോ ഗോർ എന്ന് പറഞ്ഞാൽ ട്രംപുമായിട്ട് പേഴ്സണലായിട്ട് വളരെ അടുപ്പമുള്ള ആളാണ്. ഈ സെർജിയോ ഗോറിൻ്റെ കോൺട്രിബ്യൂഷൻ ട്രംപിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിനുകളിലും ഉടനീളം 2020 മുതലുള്ള പരാജയപ്പെട്ട ഇലക്ഷൻ തൊട്ട് വിജയിച്ച ഇലക്ഷൻ വരെയുള്ള കാലയളവിൽ സെർജിയോ ഗോർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. പുള്ളിയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ട്രംപിനും സെർജിയോ ഗോറിനും വളരെ അടുപ്പമുണ്ട്. ഇന്ത്യയുമായിട്ട് എത്രയും കൂടുതൽ കച്ചവടം നടത്തുന്നോ അത്രയധികം അമേരിക്കയ്ക്ക് നല്ലത് എന്നുള്ളൊരു പ്ലാനിലാണ് സെർജിയോ ഗോർ തന്നെ ഇന്ത്യക്കുള്ളിൽ വന്നിരിക്കുന്നത്. അപ്പോൾ പതിയെ ഇന്ത്യയെ അമേരിക്കയോട് അടുപ്പിക്കുക എന്നുള്ളതാണ് സെർജിയോ ഗോറിൻ്റെ ടാസ്ക്. സെർജിയോ ഗോർ ഇന്ത്യക്ക് ഹേർട്ടാകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അമേരിക്ക എടുത്ത് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഞാനാണ് അവസാനിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് ട്രംപ് ഓപ്പണായിട്ട് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ മോദിയെ അടുത്ത് വെച്ചുകൊണ്ട് പറയാത്തത്. കാരണം ഓൾറെഡി ആ പ്രശ്നം പറഞ്ഞ് സെറ്റിലാക്കിയിട്ടുണ്ട്. അതായത് ആ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വേണ്ട എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. അത് മുൻകൂട്ടി തന്നെ സെർജിയോ ഗോറിനടുത്ത് പറഞ്ഞിട്ടാണ് ഈ മീറ്റിംഗ് തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ട്രംപ് ആ വിഷയം പറയാത്തത്. ട്രംപ് എന്നിട്ടും പറയാൻ ശ്രമിച്ചത് 8 യുദ്ധം ഞാൻ അവസാനിപ്പിച്ചു എന്ന് ഒറ്റ ലൈനിലങ്ങ് പറഞ്ഞു.
പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഞാൻ അവസാനിപ്പിച്ചു എന്ന് എടുത്തു പറഞ്ഞില്ല. അതിന് കാരണം നമ്മൾ മുൻകൂട്ടി ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇത് പാടില്ല എന്ന് പറഞ്ഞിട്ട്. രാജ്യങ്ങൾ തമ്മിൽ ഡിപ്ലോമാറ്റിക്കലി ബയലേറ്ററൽ ലെവലിൽ ചർച്ചകൾ നടത്തുമ്പോൾ വേണ്ട വിഷയങ്ങൾ, വേണ്ടാത്ത വിഷയങ്ങൾ, പറയേണ്ട കാര്യങ്ങൾ, പറഞ്ഞുകൂടാത്ത കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണയുണ്ടാവും. എന്നിട്ടാണ് ഈ മീറ്റിങ്ങിലേക്ക് പോകുന്നത്. അല്ലാതെ ഇത് കല്യാണ വീടല്ലല്ലോ. ട്രംപ് ആവോളം പറയാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഇങ്ങനെ കാത്തിരുന്നത്രേ. പറഞ്ഞോ പറയേണ്ടതെല്ലാം പറഞ്ഞ് തീർത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് കാത്തിരുന്നു എന്നാണ് പലരും വാർത്തകളിലൂടെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കോമഡി ആയിട്ടാണ് തോന്നുന്നത്. ശരിക്കും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ച ഇങ്ങനെ നടക്കില്ല. നിങ്ങൾ പറഞ്ഞോ, ഞാൻ കേട്ടോണ്ടിരിക്കാം, അങ്ങനെ നടക്കില്ല. അവർക്ക് സംസാരിക്കാനുള്ള സമയമുണ്ട്, അവർ സംസാരിക്കും. നമുക്കൊരു ടൈം ലൈൻ ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പിൽ നമ്മൾ തിരിച്ച് മറുപടി പറയും. അതുപോലെ നമുക്ക് പറയാനുള്ള കാര്യങ്ങളും പറയും. ഇതിനെല്ലാം തന്നെ ഓരോ ടൈം ഇൻ്റർവെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോ, ആവോളം നിങ്ങൾ പറഞ്ഞു തീർത്തിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള രീതികളൊന്നുമില്ല. പിന്നെ ഡിപ്ലോമാറ്റിക് ലെവലിൽ ബിലേറ്ററൽ ചർച്ച എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെ പോയിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അങ്ങനെ 1 to 1 എന്ന് പറഞ്ഞിട്ട് ട്രംപ് മോദിയും തമ്മിൽ മാത്രമുള്ളൊരു മീറ്റിംഗ് അങ്ങനെയില്ല. ശരിക്കും അവിടെ ഡിപ്ലോമാറ്റ്സ് ഉണ്ടാവും, അമേരിക്കൻ ഡിപ്ലോമാറ്റ്സ് ഉണ്ടാവും, ട്രംപിൻ്റെ ട്രാൻസ്ലേറ്റേഴ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ ഉണ്ടാവും, നമുക്കും നമ്മളുടെ ഡിപ്ലോമാറ്റ്സ് അവിടെ ഉണ്ടാവും, അതുപോലെ നമ്മളുടെ ട്രാൻസ്ലേറ്റേഴ്സ് അവിടെ ഉണ്ടാവും. ഇത്തരത്തിൽ സപ്പോർട്ടിംഗ് സ്റ്റാഫുമായിട്ടൊക്കെ തന്നെയാണ് ഈ മീറ്റിങ്ങൾ നടക്കുന്നത്. അത് എത്ര കോൺഫിഡൻഷ്യൽ മീറ്റിംഗ് ആണെങ്കിലും. കാരണം ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള മീറ്റിംഗ് ആണ്, അല്ല രണ്ട് വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നമല്ല പരിഹരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ രഹസ്യമായിട്ട് ട്രംപും മോദിയും കട്ട വഴക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വെറും ഫേക്ക് നെറേറ്റീവ്സ് ആണ്. ട്രംപിന് ഇത്തവണ ഇന്ത്യയുമായിട്ട് മീറ്റിംഗ് നടത്തണം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള വിഷയമായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ട്രംപ് ഇപ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത് എന്തിനാണ്? അതിന് പ്രധാന റീസൺ ഈ മിഡ് ടേം ഇലക്ഷനാണ്. അതായത് വരുന്ന ഇലക്ഷനിൽ റിപ്പബ്ലിക്കൻ പാർട്ടി വിജയിക്കണം. മിഡ് ടേം ഇലക്ഷനിൽ ഇല്ലെങ്കിൽ അവിടെ ഹൗസിനുള്ളിൽ US കോൺഗ്രസിൻ്റെ ഉള്ളിൽ ട്രംപിൻ്റെ പാർട്ടിക്ക് മെജോറിറ്റി നഷ്ടപ്പെടും. പിന്നെ ട്രംപ് വെറും പപ്പറ്റ് പ്രസിഡൻ്റായിട്ട് അവിടെ തുടരേണ്ടി വരും. അതിനെക്കുറിച്ച് ട്രംപിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ട്രംപ് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത്. ഇന്ത്യയുമായിട്ട് G7 വെച്ച് തന്നെ ചർച്ച നടത്തണമെന്ന് തീരുമാനിച്ചത് ട്രംപാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം, അതായത് ഈ മിഡ് ടേം ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പായിട്ട് ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടക്കില്ല. ഏറ്റവും കൂടുതൽ വോട്ട് ഇന്ത്യൻ ഡയസ്പൊറ അമേരിക്കയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇന്ത്യൻ ഡയസ്പൊറയിൽ ട്രംപിന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല ഉള്ളത്. ട്രംപ് ഇലക്ഷനിൽ മത്സരിച്ചിരുന്ന സമയത്ത് ഇന്ത്യക്കാർക്ക് നല്ലൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ ഡയസ്പൊറയിൽ നിന്നും നല്ല രീതിയിലുള്ള തിരിച്ചടി ട്രംപിന് കിട്ടുമെന്നുള്ള പേടി ട്രംപിനുണ്ട്. ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് മാത്രമേ അയാൾക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. അപ്പം അങ്ങനെ പാർട്ടിയുടെ ഇൻഫർമേഷൻ ആണ് ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കണം. നമുക്ക് മിഡ് ടേം ഇലക്ഷനിൽ ഇന്ത്യൻ ഡയസ്പൊറയുടെ വോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ അവിടെ ചർച്ചയായിട്ടുണ്ട്. ട്രംപ് മോദിയുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ അങ്ങോട്ട് പറഞ്ഞ വിഷയം ട്രേഡ് ഡീല് റെഡിയാക്കി തരിക. അത് കുറേ നാളുകൊണ്ട് എഴഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ട്. രണ്ടാമത് ഡിഫൻസ് പാർട്ട്ണർഷിപ്പ്, അത് ഇന്ത്യക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇന്ത്യ വാങ്ങിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യ കുറച്ച് ഫണ്ട് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് കമ്പനികൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ കമ്പനികൾ 2-3 കമ്പനികളുടെ പേരൊക്കെ പറയുന്നുണ്ട്. റിലയൻസ് ഉൾപ്പെടെയുള്ള കമ്പനികളുടെ പേരൊക്കെ വരുന്നുണ്ട്. അപ്പം റിലയൻസ് ആണെന്നുണ്ടെങ്കിൽ വെനിസുല ഓയിൽ റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പ്ലാന്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് ഓൾറെഡി ഇനിഷ്യേറ്റ് ചെയ്താണ്, പ്രപ്പോസ് ചെയ്താണ്. അപ്പോൾ അതൊന്ന് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ധാരണയായിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രംപിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഡയസ്പൊറയിൽ സൊസൈറ്റി ലീഡ് ചെയ്യുന്ന അവിടെ കുറേ സംഘടനകളുണ്ട്. അത് ഹിന്ദു സംഘടനകളുണ്ട്, അതുപോലെ മറ്റു പല സംഘടനകളുമുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഇന്ത്യൻ ഡയസ്പൊറയുമായിട്ട് മീറ്റിംഗ് നടത്തണം. അത് ഏത് രീതിയിൽ ഇന്ത്യ അതിനെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ളത് ഞങ്ങൾക്ക് അറിയേണ്ട. നിങ്ങൾ അമേരിക്കയിൽ വന്ന് ട്രംപിൻ്റെ ഇലക്ഷന് വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിൻ. അപ്പോൾ അവിടെ ചർച്ചയായത് മറ്റേ ഹൗഡി മോഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ. ഇതിന് മുമ്പ് 2020 ട്രംപ് പരാജയപ്പെട്ട ഇലക്ഷൻ്റെ ഒരു മാസത്തിന് മുമ്പ് ഹൗഡി മോഡി എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം അമേരിക്കയിൽ വെച്ചിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മാതൃകയിൽ ഒരു ക്യാമ്പയിൻ നടത്താൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചാണ് അവിടെ ചോദിച്ചത്. ഇന്ത്യയിൽ നിന്നും പ്രതിനിധികളെ അയച്ചു വെച്ചിട്ട് അവിടെയുള്ള ഇന്ത്യൻ ഡയസ്പൊറയിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവരുമായിട്ട് കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിന്ന് 2-3 ആൾക്കാർ ഈ RSSുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെയൊക്കെ അയച്ചു വയ്ക്കാം, അങ്ങനെ സംഘടനകളിൽ പോയിട്ട് അവരെ കണ്ട് സംസാരിക്കാം. കാരണം ഇത് ടെലിഫോണിൽ വിളിച്ച് സംസാരിച്ചാൽ അമേരിക്കയ്ക്ക് ബോധ്യപ്പെടുത്തില്ല. നമ്മൾ വ്യക്തിപരമായിട്ട് ഒരാൾ അങ്ങോട്ട് പോയി ട്രംപിൻ്റെ ഇലക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വിഷയം അവിടെ എഫേർട്ട് എടുത്ത് ചെയ്യുന്നതായിട്ട് അയാൾക്ക് ബോധ്യപ്പെടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1-2 ആൾക്കാർ സംഘടനാ നേതൃത്വം വഹിക്കുന്ന ആൾക്കാർ പോകുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞാൽ ട്രംപിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അത് ഒരു സ്യൂട്ടബിൾ ടൈം ലൈൻ അനുസരിച്ച് ട്രംപ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൺഫേം ആയിട്ട് ഡേറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അതിന് കണ്ടീഷൻ ഒന്നുമില്ല കേട്ടോ. പിന്നെ ഈ FRCA ഫോറിൻ റെമിറ്റൻസ് ഫണ്ടിൻ്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പലരും പല കോൺസ്പിറസി തിയറികൾ അടിച്ചിറക്കുന്നുണ്ട്.
അതിൽ ഇന്ത്യക്കുള്ളിൽ പല സംഘടനകൾക്ക് ആശങ്കയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ അമേരിക്കയിൽ നിന്നും കൂടുതൽ ഫണ്ട് വാങ്ങിക്കുന്ന അമേരിക്കൻ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന കുറേ ചാരിറ്റി സംഘടനകൾ, NGOകളൊക്കെ ഉണ്ട്. മദർ തെരേസയുടെ NGO ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ അവരുടെ ആശങ്കകൾ, ഞങ്ങളുടെ ലൈസൻസ് ഇനിയിപ്പോൾ ഈ ഒരു FRCA പുതിയ നിയമപ്രകാരം റിന്യൂ ചെയ്ത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആശങ്കകളൊക്കെ ഉണ്ട്. ഈ ആശങ്കകളൊക്കെ അവർ അമേരിക്കയിൽ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ മാർക്കോ റൂബിയൊക്കെ വന്ന ഉടനെ കൊൽക്കത്തയിലാണ് പോയത്. അതൊക്കെ പ്രോട്ടോകോൾ ലംഘനമാണ്. എന്തായാലും കൊൽക്കത്തയിൽ പോയി വിസിറ്റ് ചെയ്തു, അവരുടെ കൺസേൺ ഒക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കി. പിന്നെ ഇന്ത്യയിൽ പാസ്സാക്കി വെച്ചിരിക്കുന്ന ഒരു നിയമത്തിനെ അതിനുള്ള എക്സ്പ്ലനേഷൻ മാത്രമേ അവർക്ക് ചോദിക്കാൻ പറ്റൂ. എന്താണ് ഈ ഒരു പുതിയ FRCA ആക്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ നിയമം കർശനമാക്കുന്നത് എന്നുള്ള ചോദ്യം അമേരിക്കയിൽ നിന്ന് ഉയരും. അതിന് ഇന്ന റീസൺസ് ആണെന്നുള്ള എക്സ്പ്ലനേഷനാണ് ഇന്ത്യ അങ്ങോട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഈ വിവേക് അഗർവാലാണ് FATF വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് വെച്ചോ. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ FATF എന്താണ്? FATF ഈ മണി ലോണ്ടറിങ്ങിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് രാജ്യങ്ങളെ കാറ്റഗറൈസ് ചെയ്യുന്ന സ്വഭാവമാണ് ഈ FATFനുള്ളത്. പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ പെടുത്തി വെച്ചിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ പെടുത്തി വെച്ചിരുന്നു. എന്താണ് കാരണം? അവർ തീവ്രവാദത്തിന് ഫണ്ട് ഒഴുക്കി. അപ്പോൾ അതേപോലെ നമ്മുടെ രാജ്യത്തിനുള്ളിലും വരുന്ന ഫോറിൻ ഫണ്ടുകൾ കൃത്യമായിട്ട് എങ്ങോട്ടാണോ അത് പോകുന്നത്, അത് എങ്ങോട്ടാണോ ഒഴുകുന്നത്, അതിലൊരു ക്ലാരിറ്റി വേണം. ആ ക്ലാരിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ അമേരിക്കക്കാരൻ പറയും, അമേരിക്കയിൽ നിന്നും ഇത്ര ആൾക്കാർ 15 പേര് ഇത്ര കോടി രൂപ ഇവിടെ ഇന്ന സംഘടനയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, ആ സംഘടന ഇവിടെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ FATF നമ്മളെ പിടിച്ച് ഗ്രേ ലിസ്റ്റിലിടും. നാളെ നമുക്ക് ഏതെങ്കിലും ഒരു വലിയ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഫണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് IMF അല്ലെങ്കിൽ വേൾഡ് ബാങ്കോ പ്രോജക്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ അപ്പോൾ അവരെടുത്തത് വെളിയിലിടും. ഇന്ത്യ ഇങ്ങനെയാണ് മണി ലോണ്ടറിങ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്കുള്ളിൽ പോകുന്ന ഫണ്ടിങ്, ഇന്ത്യക്കുള്ളിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം തന്നെ ഇങ്ങനെ വേറെ രീതിയിൽ വഴിവിട്ട ചെലവുകൾ തീവ്രവാദത്തിന് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു കാര്യം മറ്റൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ FRCA ആക്ട് വന്നു എന്ന് പറഞ്ഞ ഉടനെ തന്നെ കുറേ ക്രിസ്ത്യൻ മിനിസ്ട്രികളാണ് ഇവിടെ പെട്ടെന്ന് രംഗത്തിറങ്ങിയത്. അത് അവരുടെ അക്കൗണ്ടബിലിറ്റി കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്നെങ്കിൽ അത് വ്യക്തമാക്കി ആ കംപ്ലൈൻസസ് പൂർത്തിയാക്കി ആ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിന്യൂ ചെയ്തിട്ട് പോവാം. നിയമം മോഡിഫൈ ചെയ്ത് കൊണ്ടുവരുന്നത് അതൊന്നുകൂടെ റിഫൈൻ ചെയ്ത് ഫൈൻ ട്യൂൺ ചെയ്യാനാണ്. ആ സാഹചര്യത്തിൽ വന്നിട്ട് ആ നിയമം നടപ്പിലാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരരുത്. അതൊക്കെ ഭയങ്കര മോശപ്പെട്ട കാര്യങ്ങളാണ്. അതിനെ കോൺസ്പിറസി തിയറിയിലേക്ക് വലിച്ചഴക്കുകയും ചെയ്തത്. അപ്പോൾ ഈ FATFും മണി ലോണ്ടറിങ്ങും ഈ ഫോറിൻ ഫണ്ട് വരുന്ന വിഷയവും ഇവിടുത്തെ ചാരിറ്റി സംഘടനകളെ കൃത്യമായിട്ട് നേർവഴിയിലേക്ക് നയിക്കേണ്ട നിയമങ്ങളാണ് ഗവൺമെൻറ് ഫോം ചെയ്ത് ഇറക്കുന്നത്. ആ സമയത്ത് ആ നിയമങ്ങളെ കണ്ട് പേടിക്കുന്നതിനാണ്. നിയമങ്ങൾ നേർവഴിയിലേക്ക് നയിക്കാനാണ്. നിങ്ങൾ വാങ്ങിക്കുന്ന പൈസ കൃത്യമായിട്ട് ചാരിറ്റിക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കൂ. അപ്പോൾ തീരുന്നല്ലോ പ്രശ്നം. പിന്നെ ഈ പുതിയ FCRA നിയമത്തിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റൊരു വിഷയം, G7 സബ്മിറ്റിലേക്ക് പ്രൈം മിനിസ്റ്റർ മോദി പോയപ്പോഴത്തേക്കും റംബൻ ഹണി, ലക്കഡോങ് ടർമറിക് പൗഡർ, ബനാറസി സിൽക്ക് സ്റ്റോൾ, ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അവിടെ ഈ G7 പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാർക്ക് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിനകത്ത് ഇന്ത്യയുടെ പ്രോഡക്റ്റുകൾ കൊണ്ടുപോയി കൊടുത്തു എന്നുള്ളതല്ല ഇതിൻ്റെ പ്രധാനം. ഈ യൂറോപ്യൻസിന് പണ്ട് മുതലേ ഒരു അലർജി ഉണ്ട്. ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര ക്ലെൻലിനെസ് ഉണ്ട്, അല്ലെങ്കിൽ അത് അത്ര പ്യൂറായിട്ടുള്ള ഒരു സാധനമാണെന്നുള്ളത് അവർ വിശ്വസിക്കില്ല. സാധനമൊക്കെ ഓക്കെ ആയിരിക്കും, പക്ഷെ നമ്മളുടെ മേക്കിംഗ്, അത് ഹാൻഡിൽ ചെയ്യുന്ന രീതി, അതിൽ അവരത്ര തൃപ്തരല്ല. അതുകൊണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ അവർ എപ്പോഴും കുറച്ച് ലോ ഗ്രേഡായിട്ടായിരിക്കും എപ്പോഴും കരുതുക. അപ്പോൾ അതുകൊണ്ട് അവർക്കിത് ഗിഫ്റ്റ് ചെയ്തത് വേറെ ഒന്നും കൊണ്ടല്ല, ഇന്ത്യക്കുള്ളിൽ ഇത്തരത്തിലുള്ള നല്ല പ്രോഡക്റ്റുകൾ ഉണ്ട് എന്നുള്ളത് ഒന്ന് അറിയിക്കാൻ കൂടിയാണ്. രണ്ട് ഉദ്ദേശമുണ്ടല്ലോ. ഒന്ന്, ഒരു മാർക്കറ്റിംഗ്. പലപ്പോഴായിട്ട് മോദി പോകുന്ന വേദികളിലൊക്കെ ഇതേപോലെ സാധാരണക്കാരുടെ ലോക്കൽ പ്രോഡക്ട്സ് ഒക്കെ ഇതേപോലെ മാർക്കറ്റ് ചെയ്യാറുണ്ട്. അത്തരത്തിലൊരു മാർക്കറ്റിംഗ് തന്ത്രം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. പിന്നെ നമ്മൾ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയനിൽ ഈ വർഷം അവസാനത്തിനുള്ളിൽ ആ ഡീല് പാസ്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രോഡക്റ്റുകളെ കുറിച്ചൊരു മതിപ്പും കൂടി ഉണ്ടായിക്കോട്ടെ എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഇതിൻ്റെ പിന്നിലുണ്ടാവാം. ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ ലോർഡ് റാമിനെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ബംഗ്ലാദേശ് ഹിന്ദുക്കൾ തീവെട്ടി ജാഥ നടത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവിടെ മൈനോറിറ്റിയാണ് ഹിന്ദു എന്ന് പറയുന്നത്. അവിടെ പോയിട്ട് ഇത്തരത്തിലുള്ള തീവെട്ടി ജാഥയൊന്നും നടത്തേണ്ട ആവശ്യമില്ല. അവന്മാർ കൂട്ടത്തോടെ ഇളകി കഴിഞ്ഞാൽ, അവിടുത്തെ മെജോറിറ്റി മുസ്ലിംസ് രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി അവിടെ ഇട്ട് റോഡിലിട്ട് കത്തിക്കും. ഇതുപോലെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാമൻ്റെ കാര്യം രാമൻ നോക്കിക്കോളും. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ദൈവങ്ങളെ സംരക്ഷിക്കാനുള്ള മനുഷ്യൻ്റെ ഈ തത്രപ്പാടുണ്ടല്ലോ, അത് കണ്ടു കഴിഞ്ഞാൽ ദയനീയ അവസ്ഥയാണ്. ഈ ദൈവങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടുണ്ടല്ലോ, അതങ്ങ് നിർത്തുക. ദൈവത്തിന് ആരെങ്കിലും അപമാനിച്ചാൽ ദൈവം നോക്കിക്കോട്ടെ. നിങ്ങളിപ്പോൾ തീവെട്ടി ജാഥ നടത്തിയിട്ട് എന്ത് ചെയ്യാനാണ്? എത്ര ഹിന്ദുക്കളെയാണ്, എത്ര മൈനോറിറ്റിയിൽപ്പെട്ട ഹിന്ദു സമൂഹത്തിൽപ്പെട്ട യുവാക്കളെയാണ് കഴിഞ്ഞൊരു 1.5 വർഷം കൊണ്ട് ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ അടിച്ച് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്തിനാണ് ഈ തീവെട്ടി ജാഥ?
മിണ്ടാതെ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കാൻ നോക്കണം, അതാണ് നല്ലത്. പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് 17 ഡാമുകളുടെ പേര് ഉന്നയിക്കുന്നുണ്ട്. അതായത് ഈ ഹിമാലയൻ റീജിയനിൽ കിടക്കുന്ന പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികളിലെ ഒരു 10-17 ഡാമുകൾ, ചെറുകിട ഡാമുകളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു പരാതിയായിട്ട് UN എത്തിയിട്ടുണ്ട്. ഇന്ത്യ അതിനെ പുല്ലുപോലെ തള്ളിക്കളയും, അതിൽ യാതൊരു മാറ്റമില്ല. ഈ ഡാം വിഷയം വലിയൊരു പ്രശ്നമായിട്ട് മാറാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യ ഇത്ര കഷ്ടപ്പെട്ട് കോടികൾ മുടക്കി ഡാമുകൾ പണിയട്ടെ, അപ്പോൾ ഞങ്ങൾ ഒരു ഡ്രോൺ വെച്ചിട്ട് ആ ഡാം അടിച്ച് പൊട്ടിക്കും എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ അവർ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എനിവേ, കോമഡി ആയിട്ട് അതിനെ നമ്മൾ കരുതേണ്ട ആവശ്യമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇലക്ട്രോണിക് വാർഫെയർ മെത്തേഡാണ്. ഡാമുകൾ പൊട്ടിക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. ഇതൊരു ഭീഷണിയായിട്ട് തന്നെ ഇന്ത്യ കരുതണം. കാരണം പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ നെഗോസിയേഷന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ തയ്യാറല്ല ഇന്ത്യയുമായിട്ട് സംസാരിക്കാൻ എന്നുള്ള രീതിയിലൊക്കെ പല വാർത്തകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതങ്ങനെയല്ല. പാകിസ്ഥാനെ മാറ്റി നിർത്തിയത് തന്നെയാണ്. ഇന്ത്യയുടെ ഏവിയേഷൻ മേഖലയിൽ ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റ് വർദ്ധിക്കുന്നുവെങ്കിലും ഇന്ത്യ അത് നേരിടാൻ തയ്യാറാണ്. അത്തരത്തിൽ ഏവിയേഷൻ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് തീവ്രവാദികളോട് ചർച്ച നടത്തി യോജിച്ച് പോകുന്ന ആ ഒരു ക്യാരക്ടർ ഇന്ത്യക്കില്ല. ഇന്ത്യ അതൊക്കെ പണ്ടേ മാറ്റിവെച്ചു. ചൈനയുടെ ഫോറിൻ മിനിസ്റ്റർ വാങ് യി ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. ബ്രിക്സിൻ്റെ അജണ്ടകളാണ് ഏറ്റവും കൂടുതൽ ഡീപ്പ് ലെവലിൽ ചർച്ച നടത്തുന്നത്. ഇപ്പം ഇന്ത്യയും ചൈനയും ഒരു റാപ്പോ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്രോച്ച് എന്നുള്ള തരത്തിൽ റാപ്രോച്ച് എന്ന ആ ഒരു വേർഡിങ് മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഈ ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. ഇന്ത്യക്ക് ചൈനയുടെ അടുത്ത് ഈ ബ്രിക്സ് മീറ്റിങ്ങോട് കൂടി ഇന്ത്യ ചൈനയുടെ എയർ സ്പേസ് ഉപയോഗിച്ച് വിമാനങ്ങൾ യൂറോപ്പിലേക്ക് പറപ്പിക്കാനുള്ള പെർമിഷൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പെർമിഷൻ ഓക്കെ ആയിട്ടില്ല. ചൈന അവിടെ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഷിങ്ജിയാങ് പ്രൊവിൻസിലൂടെയാണ് നമുക്ക് പറന്നു പോകേണ്ടത്. അപ്പോൾ ഷിങ്ജിയാങ് പ്രൊവിൻസിൻ്റെ താഴെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അവരുടെ ഒരു മിലിറ്ററി ബേസ് ഉണ്ട്, വലിയൊരു മിലിറ്ററി ബേസാണ്. അപ്പോൾ അത് ഇന്ത്യക്ക് എക്സ്പോസ്ഡ് ആവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചൈന കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ എന്തായാലും ചർച്ചകൾ നടക്കുന്നുണ്ട്. വേറെ രീതിയിൽ ഏതെങ്കിലും റീറൂട്ട് ചെയ്ത് പോകാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. കാരണം ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട്, പ്രത്യേകിച്ച് ഈ ഇറാനിലും കൂടി യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് പാകിസ്ഥാനെ മറികടന്നുകൊണ്ട് നമ്മൾ ഇത്രയും നാളും ഇറാൻ വഴി എളുപ്പത്തിൽ പൊയ്ക്കൊണ്ടിരുന്നു. അവിടെ ഒരു തടസ്സം ഉണ്ടായിരുന്നത് കൊണ്ടാണ് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായത്. ഇനിയിപ്പോൾ ഇറാൻ്റെ എയർ സ്പേസ് ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. പിന്നെ ഈ ചൈനയെ നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നാലും ചൈനയുടെ അടുത്ത് നമ്മൾ സംസാരിക്കുന്നുണ്ട്. കാരണം രണ്ട് സൈഡിൽ നമുക്ക് എയർ സ്പേസ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ. അതിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാനുമായിട്ട് ഒരു സന്ധി സംഭാഷണത്തിന് ഇന്ത്യ തയ്യാറല്ല. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.